എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു എഴുതാപുരം. ആസ് യൂഷ്വൽ നമ്മുടെ 4 പേര് ഇവിടെ ഉണ്ട്. ദിസ് ഇസ് മീ സന്ദീപ്, വിത്ത് മീ ആർ ലേഖ, കൃഷ്ണകുമാർ ആൻഡ് അനൂപ്. നമ്മൾ കഴിഞ്ഞ തവണ കോമിക്സിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങി, പക്ഷെ നമുക്കങ്ങ് ഒരിടത്തും എത്താൻ പറ്റിയില്ല, കുറേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ച ബോബനും മോളിയും മറ്റ് ചില കോമിക്സിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് കൃഷ്ണകുമാറിന്റെ കയ്യിൽ നിന്നാണ്. ക്രിക്കും, ഓവർ ടു യു. താങ്ക് യു സന്ദീപ്. ആക്ച്വലി ഞാൻ കഴിഞ്ഞ വട്ടം മറ്റേ ബാലരമയെ പറ്റി പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ പൂമ്പാറ്റയെ പറ്റി ജസ്റ്റ് ഒരു മെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ കേസിൽ എൻ്റെ മുത്തച്ഛൻ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇതൊക്കെ സോഴ്സ് ചെയ്ത് തരുന്ന ആൾ, ഏറ്റവും കൂടുതൽ ബാലപ്രസിദ്ധീകരണങ്ങൾ വാങ്ങിച്ചു തന്നിരുന്ന ആൾ. അപ്പോൾ ഞാൻ വെക്കേഷന് പോകുമ്പോൾ, പാലക്കാട് പോകുമ്പോൾ, മുത്തച്ഛൻ KSRTC പാലക്കാടായിരുന്നു. അതുകൊണ്ട് അവിടെ കിട്ടുന്ന പുസ്തകങ്ങൾക്കൊരു പരിധിയുണ്ട്. ബാലരമ മിക്കവാറും കിട്ടാറില്ല. അപ്പോൾ പുള്ളിക്ക് ആ സ്റ്റാളിൽ കിട്ടുന്നത് കൂടുതലും പൂമ്പാറ്റയും, ആ പാലക്കാട് ഏരിയയിൽ അവിടെ കിട്ടുന്നത് മിക്കവാറും ബാലമംഗളവും പൂമ്പാറ്റയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അതാണ് എനിക്ക് വായിക്കാൻ പറ്റുള്ളത്. ബാലരമയൊക്കെ നാട്ടിൽ പെരുമ്പാവൂർ വരുമ്പോഴാണ് വായിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ പൂമ്പാറ്റയിൽ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ കൂടുതൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിരുന്ന സംഭവം, കാര്യം അന്നത്തെ ഇത് ചെറുപ്പം, ഏറ്റവും എന്താ പറയുക, ചെറിയ കുട്ടിയാകുമ്പോൾ മുതൽ നമുക്കത് അത്ര പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ആരെങ്കിലും വായിച്ചു തരുവാണ് പതിവ്. അർജുൻ ആയിരുന്നു കൂടുതൽ കണ്ടിട്ടുള്ളത്. അർജുൻ ശരിക്കും അതിൽ മറ്റേ ബാലരമയ്ക്ക് ഒരു ഫ്ലാഗ്ഷിപ്പ് പോലെ മായാവി ഉള്ളതുപോലെ ഇവിടെ പൂമ്പാറ്റ എന്ന പേരിലൊരു ക്യാരക്ടർ കൂടി ഉണ്ട്. ശരിക്കും ഒരു കോമിക്സ് ഉണ്ട്. അതായത് ഓരോ പ്രാവശ്യം ഒരു പൂമ്പാറ്റയാണ്, പൂമ്പാറ്റ രാജകുമാരി എന്നങ്ങോട്ടാണ് പറയുന്നത്. അത് ഓരോ എപ്പിസോഡിലും അവസാന നിമിഷം അത് വേറൊരു ജീവി, ഇപ്പൊ ജീനി നമ്മുടെ ഓരോ സമയത്ത് ഒരു ഇതായിട്ട് മാറില്ല, അല്ലാതില്ല ജീനി, അതുപോലെ ഒരു റെസ്ക്യൂവിന് വേണ്ടിയിട്ട് വേറൊരു വേഷം ഇട്ട് വരുന്ന ഒരു ഇതുണ്ടായിരുന്നു. പൂമ്പാറ്റ എന്ന പേരിലൊരു ഒരു സംഭവം ഉണ്ടായിരുന്നു അവർക്ക് ഫ്ലാഗ്ഷിപ്പായിട്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ എനിക്ക് എന്നെ ഇൻട്രീഗ് ചെയ്തിട്ടുള്ള ഒരു സാധനം അർജുനായിരുന്നു. കാരണം അർജുൻ ഒരു സ്പേസ് ഓപ്പറയാണ്. അപ്പോൾ നമ്മളധികം വായിച്ച് പരിചയമില്ലാത്തൊരു സാധനമായിരുന്നു ആ കാലത്തൊക്കെ. അർജുന് ഒരു സന്തത സഹചാരി എന്ന് പറയാവുന്ന ഒരു റോബോട്ട് ഉണ്ടായിരുന്നു, വാമ്പ എന്ന പേരിൽ. അപ്പോൾ പുള്ളി നമുക്ക് ഭയങ്കര, അർജുനേക്കാളും കൂടുതൽ താല്പര്യം വാമ്പയായിരുന്നു. ഈ അർജുൻ്റെ തലയിൽ ഒരു ഹെഡ് ബാൻഡ് ഉണ്ട്. ഹെഡ് ബാൻഡിൽ കുറേ മോണിറ്ററോ എന്തൊക്കെയുണ്ട്, എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും വലിയ, അത് ഒരു ഇൻട്രീഗാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണെന്നുള്ളതാണ് സത്യം. ഈ സ്വിച്ചൊക്കെ എന്തിനുള്ളതാണ്. പിന്നെ എപ്പോഴും കാണിക്കുമ്പോൾ ഒരു വലിയ സ്പേസ് ഷിപ്പ്, അതിനകത്ത് കുറേ കൺസോള്, കുറേ സാധനങ്ങളൊക്കെ ഇരിക്കുമ്പോൾ, അപ്പോൾ നമുക്കത് കൂടുതൽ എന്താ പറയുക, അതൊക്കെ ഒരു ക്യൂരിയോസിറ്റിയാണ് സംഭവം. അത് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ അവർ എൻകൗണ്ടർ ചെയ്യുന്ന കുറേ ബീയിങ്സ്, വേറെ പ്ലാനറ്റുകൾ. എനിക്ക് നല്ല ഓർമ്മയുള്ളൊരു എപ്പിസോഡുണ്ട്. അതായത് എല്ലാം എന്താ പറയുക, വളരെ ഈസി ആയിട്ട് നടക്കുവാണെങ്കിൽ നമുക്കൊരിക്കലും എന്താ പറയുക, നമുക്കത് വലിയ കാര്യമായിട്ട് അന്നൊക്കെ അങ്ങനെ എന്താ പറയുക, ഈസി ആയിട്ട് നടക്കുന്ന സംഭവങ്ങൾ. അതായത് മായാവിലൊരു കൺക്ലൂഷൻ ഉണ്ടാവും, എൻഡിങ് ഉണ്ടാവും ഓരോ എപ്പിസോഡിലും. ഇതിൽ അങ്ങനെയല്ല. അർജുൻ എപ്പിസോഡിക്കലാണ്, ഓരോ സ്റ്റോറി ലൈനാണ്. അപ്പോൾ ഒരു എപ്പിസോഡ് എന്താ വെച്ചാൽ, തുടക്കം തന്നെ അർജുൻ മരിച്ചിട്ട് അർജുൻ്റെ ബോഡിയും കൊണ്ട് വാമ്പ ഒരു പ്ലാനറ്റിലേക്ക് പോവാണ്. അവിടുത്തെ ഒരു രാജകുമാരിക്ക്, അവിടുത്തെ റൂളറിന് പുള്ളിയെ ജീവിപ്പിക്കാൻ പറ്റും എന്ന് ഒരു ന്യൂസ് കിട്ടിയിട്ട് പുള്ളി പോകുന്നതാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവരെന്തോ ഒരു മിഷൻ ഇവർക്ക് കൊടുക്കും. ഞാൻ ജീവൻ കൊടുക്കാം, പക്ഷെ ഒരു മിഷൻ ഉണ്ട്, 3 ദിവസത്തെ ജീവനേ ഉള്ളൂ. ആ മിഷൻ 3 ദിവസം കൊണ്ട് പാസ്സായി വന്നാൽ നിങ്ങൾക്ക് മുഴുവൻ ജീവനും തരാമെന്ന് പുള്ളിക്കാരി വാഗ്ദാനം ചെയ്യണം. അപ്പോൾ ജീവൻ കൊടുക്കുന്നത് ആകാശരാക്ഷസന്റെ 3 ദിവസങ്ങൾ അതിൻ്റെ ജീവനുണ്ട്, അതാണ് കൊടുക്കുന്നതെന്ന് ഓർമ്മയുണ്ട്. എന്നിട്ട് അവസാനം ഇവർ ആ മിഷന് പോകുമ്പോൾ ആ മിഷൻ അത്ര ശരിയായ സംഭവമല്ല. ഇവർ റൈറ്റ് സൈഡിലല്ല എന്ന് അവർക്ക് മനസ്സിലാവും. കാരണം ഇവർക്ക് ഈ പറഞ്ഞ രാജകുമാരിക്ക് അതിൻ്റെ ഇൻറ്റൻഷൻസ് ഉണ്ട്. ആ റൂളറിന് അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു 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 പ്ലാനറ്റ് മുഴുവൻ നശിച്ചു പോകും, ഒരു റേസ് മൊത്തം നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അർജുൻ അതിൻ്റെ ഗ്രേറ്റർ ഗുഡിന് വേണ്ടിയിട്ട് ആ എടുത്തുകൊണ്ട് വന്ന ആർട്ടിഫാക്റ്റ് നശിപ്പിച്ച് കളയാണ് അവർക്ക് മുമ്പിൽ വെച്ച്, ആ ജീവികൾക്ക് മുമ്പിൽ വെച്ച്. അപ്പോൾ ഇവരിങ്ങനെ അവരെ തിരിച്ച് വിളിക്കുന്നുണ്ട്. അതായത് വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. നിനക്ക് 2 ദിവസം കൂടി ഇനി ആയുസുള്ളൂ, അതായത് 1 ദിവസം കൂടി ഇനി ആയുസുള്ളൂ, അത് മിക്കവാറും നിന്റെ പരിപാടി ഇതോടെ കഴിഞ്ഞു, നീ ചെയ്തത് ഭയങ്കര മോശമായി പോയി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ആ കൺസോൾ ഷട്ട് ഡൗൺ ചെയ്തിട്ട്, അതായത് ഇവരെ ഹെയിൽ ചെയ്യുമല്ലോ, അതായത് പണ്ടൊക്കെ സ്പേസ് ഷിപ്പുകൾ തമ്മിൽ ഹെയിൽ ചെയ്തിട്ടാണല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ വാമ്പയോട് പറയുവാണ്, ആകാശരാക്ഷസന്റെ 1 ദിവസത്തെ ജീവൻ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഹ്യൂമൻസിനേക്കാളും കൂടുതൽ ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിഷയമല്ല നമ്മൾ ചെയ്തത്. ഇനിയപ്പോൾ അതല്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ചെയ്തത് നല്ലൊരു കാര്യമാണെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അവർ ആ മിഷൻ ഒഴിവാക്കി പോകുന്ന ഒരു സംഭവമാണ്. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഇപ്പോഴും ഓർമ്മ നിൽക്കുന്ന
ആർക്കാണ്. പക്ഷെ കാരണം ഇത് വായിക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്കിത് എപ്പോഴും ഈ പൂമ്പാറ്റ കിട്ടണമെങ്കിൽ ഞാൻ പാലക്കാട് ആ സമയത്ത് പോകണം. ഇവിടെ നാട്ടിൽ കിട്ടാൻ കുറച്ചൊരു പാടുള്ള സാധനമാണ്. അത് പെരുമ്പാവൂർ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് പൂമ്പാറ്റ. അപ്പൊ ഇത് വായിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവാണ്. അടുത്ത വെക്കേഷൻ അല്ലെങ്കിൽ കൂട്ടുകാരോട് ചോദിക്കണം, അവരുടെ കയ്യിൽ ഇല്ലെങ്കിൽ അടുത്ത വെക്കേഷന് പോകണം. കാരണം ഇവരൊന്നും ഇത് ഫോളോ ചെയ്യുന്നില്ല, പൂമ്പാറ്റ വായിക്കുന്നവരില്ല നമ്മുടെ ഇടയിൽ. അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് വായിച്ച, മിക്കവാറും മാസങ്ങൾ കാത്തിരുന്ന് വായിച്ച ഫിനാലെ എപ്പിസോഡുമാണ് പൂമ്പാറ്റ. പിന്നെ പൂമ്പാറ്റയ്ക്കകത്ത് വേറെ ഒരു സംഭവം ഉണ്ടായത്, അപ്പൊ ആ അർജുനൻ മൂവ് ഓൺ ചെയ്തതിനു മുമ്പ് ഐ തിങ്ക് എല്ലാവർക്കും അർജുന്റെ തോട്ട്സ് ഉണ്ടാവും. എനിക്ക് ആക്ച്വലി അർജുന്റെ കഥ വായിച്ചിട്ട്, ഒരു കഥ വായിച്ചിട്ട് എനിക്ക് കൊച്ചായിരുന്നപ്പോ എനിക്ക് ഒരുപാട് ദിവസം ഉറങ്ങാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു നൈറ്റ് മെയർ ഫ്യൂവൽ ആയിരുന്നു അതിലെ ആന്റഗണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് അശ്വത്ഥാമാവാണ്. അപ്പൊ അശ്വത്ഥാമാവ് പിളർന്ന തലയുമായിട്ട് അലഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അശ്വത്ഥാമാവ് ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും തിരിച്ചു വരുന്നതാണ്. അപ്പൊ അത് ആ കഥാപാത്രം വരച്ചിരുന്നതും അതിന്റെ ഒരു ഗെറ്റപ്പും അതിന്റെ ഒരു തോട്ട് പ്രോസസ്സും ഒക്കെ എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തു. എനിക്ക് ഒരുപാട് രാത്രികളിൽ ഇടയ്ക്ക് ഞാൻ സ്വപ്നം കണ്ട് ഞെട്ടി എണീക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതൊരു അർജുനെ കുറിച്ചുള്ള എനിക്കൊരു മെമ്മറിയാണ്. കൃഷ്ണകുമാർ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു, ഐ തിങ്ക് പൂമ്പാറ്റ എന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന അർജുനാണ്. എനിക്ക് തോന്നുന്നത് ആ ഒരു സമയത്ത് ഒരു നല്ല സയൻസ് ഫിക്ഷൻ കോമിക് എന്ന് പറയാൻ വേറൊന്നുമില്ല, അർജുൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നിങ്ങൾ പറഞ്ഞ കഥകളിലൊക്കെ എനിക്ക് എല്ലാം ഒരു നേരിയ ഓർമ്മയുണ്ട്. ഇപ്പം ആകാശ രാക്ഷസന്റെ ആയുസ്, ആ ഡയലോഗ് എനിക്ക് നല്ല വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. അതിൽ എന്തോ ഒരു ഡയലോഗ് ഉണ്ട്, ഏതോ ഒരു പുള്ളിയുടെ ഒരു ദിവസത്തെ ആയുസ് എന്ന് പറയുന്നത് തന്നെ എത്രയോ ആയിരക്കണക്കിന് മനുഷ്യവർഷങ്ങളാണെന്ന് പറയുന്നൊരു ലാസ്റ്റ് ക്ലൈമാക്സ് രംഗമുണ്ട്. പിന്നെ ഇതേപോലെ അശ്വതാത്മാവ് അർജുന് കേൾക്കുമ്പോൾ പുള്ളിക്ക് കൺട്രോൾ വിട്ടുപോവാ. പുള്ളി അപ്പൊ കണക്ട് ചെയ്യുന്നത്, അശ്വതാത്മാവ് കണക്ട് ചെയ്യുന്നത് അർജുൻ എന്നുള്ളത് ആ മഹാഭാരതത്തിലെ അർജുനുമായിട്ടാണ്. അപ്പൊ എന്തോ ഒരു ഡയലോഗ് ഉണ്ട്, നീയും ആ കള്ളകൃഷ്ണനും കൂടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളോ എന്തോ പറഞ്ഞ് റെഫർ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് അത് പൂമ്പാറ്റയിൽ ഇറങ്ങിയ സമയത്ത് എനിക്കത് ഒരുപാട് വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ തികച്ചും യാദൃച്ഛികമായിട്ട് ടം ടം എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് കോമിക്സിൽ സെയിം അർജുൻ വന്നിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലാണ്, മലയാളത്തിലല്ല. പിന്നെ ഈയിടെ അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇത് TG ഷെട്ടി എന്ന് പറഞ്ഞൊരു മറാഠി ആർട്ടിസ്റ്റാണ് എൻ്റെ പിന്നിൽ. പുള്ളിയാണ് ഇതിന്റെ ഈ അർജുൻ എന്ന് പറഞ്ഞ സംഭവം സൃഷ്ടിച്ചത്. ഇപ്പൊ ഇടയ്ക്ക് വെച്ച് പൂമ്പാറ്റ ആദ്യം പൈക്കോ എന്ന് പറഞ്ഞ പബ്ലിഷറിന്റെ കയ്യിലായിരുന്നു. അപ്പൊ ആ സമയത്താണ് നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് കോമിക്സ് നമുക്ക് മലയാളത്തിൽ കിട്ടുന്നത്. അമർ ചിത്രകഥ കൊണ്ടുവന്നത് പൂമ്പാറ്റയായിരുന്നു. അനന്ത് പയ്യുമായിട്ടുള്ള കണക്ഷനാണ്. പിന്നെ ഈ ടിങ്കിളിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ്, കബീഷും പിന്നെ എനിക്ക് തോന്നുന്നു മന്ത്രിയുടെ തന്ത്രങ്ങളാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ടിങ്കിളിൽ നിന്ന് ഒരുപാട് കോമിക്സ് സിൻഡിക്കേറ്റ് ചെയ്ത് മലയാളത്തിൽ കൊണ്ടുവന്നവരാണ്. പിന്നീടാണ് പൈക്കോടെ ചെയ്യുന്നതും മനോരാജ്യം പബ്ലിഷേഴ്സിലേക്ക് പോകുന്നതും. പിന്നെ ആ സമയത്താണ് ബാലരമ ഭയങ്കര അഗ്രസീവായിട്ട് വന്നിട്ട് ഈ കബീഷിനെയും ബാക്കി ടിങ്കിൾ ക്യാരക്ടേഴ്സിനെയൊക്കെ അവർ കൊണ്ടുപോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പം ശരിക്കും പറഞ്ഞാൽ പൈക്കോ ആക്ച്വലി പൂട്ടിപ്പോയി. അപ്പൊ അങ്ങനെ എന്താ പറഞ്ഞ പൂമ്പാറ്റയുടെ ഒരു ക്വാളിറ്റി ലെവൽ പെട്ടെന്നൊക്കെ താന്നു. അപ്പൊ ആ സമയത്ത് ആദ്യം ഞാൻ വിചാരിച്ച അർജുൻ ചിലപ്പോൾ ടിങ്കിളിന്റെ ഭാഗമായിട്ട് ആണെന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അല്ല, TG ഷെട്ടി എന്ന് പറഞ്ഞൊരു മറാഠി ആർട്ടിസ്റ്റിന്റെ ആണ്. അദ്ദേഹം അത് വളരെ കുറച്ച് ഭാഷകൾ മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു ഒന്ന് മലയാളമായിരുന്നു, പിന്നെ മറാഠി അല്ലെങ്കിൽ കന്നഡ. അത് വീണ്ടും റീവൈവ് ചെയ്തുകൊണ്ട് വരാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. ബട്ട് ഇഫ് ഇറ്റ് കംസ് ഡെഫിനറ്റ്ലി ഐ വിൽ ബൈ എ കോപ്പി. പഴയ സാധനത്തിന്റെ കോപ്പി തന്നെ വരും എന്ന് പ്രതീക്ഷിക്കട്ടെ, അല്ലാതെ പുതിയതായിട്ട് റീബൂട്ട് ഒന്നും ആവാതിരിക്കട്ടെ. ഇല്ല, പഴയതിന്റെ കിട്ടാൻ പ്രയാസമാണ്. പുള്ളി ഓൺലൈനിൽ പുള്ളി തന്നെ തപ്പുന്നുണ്ട് ഈ പൂമ്പാറ്റയുടെ ഒക്കെ പഴയ കോപ്പീസ് ഉണ്ടോ എന്ന്. കാരണം പുള്ളി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത പബ്ലിഷേഴ്സ് അല്ല പിന്നീട്. എനിക്കൊന്ന് പൂമ്പാറ്റ അതിനുശേഷം തന്നെ 2-3 പബ്ലിഷേഴ്സ് വഴി കൈമാറി പോയി എന്ന് തോന്നുന്നു.
പൂമ്പാറ്റ അതിന്റെ 2008 ഞാൻ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ന്യൂസ് വന്നായിട്ട് ഓർമ്മയുണ്ട്. പൂമ്പാറ്റ അടച്ചു പൂട്ടുവാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സമയത്ത് അത് തൃശ്ശൂർ ഒരു പബ്ലിക്കേഷൻസ് ഉണ്ട്, സൂര്യപ്രഭ എന്ന് പറഞ്ഞിട്ട്. അവരിപ്പോഴും ഉണ്ട്. സൂര്യപ്രഭ. സൂര്യപ്രഭ അവരാണ് അത് ഏറ്റെടുത്തിരുന്നത്. മനോരാജ്യത്തിന്റെ കയ്യിൽ വന്നതായിരുന്നു കുറച്ച് നാള്. മനോരാജ്യം മറ്റേ കേരള ശബ്ദം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവരിപ്പോഴും പബ്ലിഷിങ്ങിലുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അന്ന് അവർ പൂമ്പാറ്റ ഈ സൂര്യപ്രഭയ്ക്ക് കൊടുത്തിരുന്നു. അത് എപ്പോഴാണെന്നറിയില്ല, 2000 കണ്ടാന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ പിന്നെ പൂമ്പാറ്റ അങ്ങനെ വലിയ സർക്കുലേഷൻ കുറവായിരുന്നു. കാരണം തൃശ്ശൂർ ഏരിയയിൽ മാത്രമാണ് കൂടുതൽ സർക്കുലേഷൻ ഉള്ളൂ എന്ന് കേട്ടിട്ടുള്ളത്. പിന്നെ 2008 ഒക്കെ ആയപ്പോഴാണ് എനിക്ക് ഞാൻ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ 2008 ആണ്. എനിക്ക് ആ സമയത്താണ് തോന്നുന്നു അത് ഇങ്ങനെ ന്യൂസ് ചെറിയൊരു ബോക്സ് ന്യൂസ് ആയിരുന്നു. പൂമ്പാറ്റ പബ്ലിക്കേഷൻസ് അടച്ചു പൂട്ടുന്നു എന്ന് പറഞ്ഞിട്ട് പൂമ്പാറ്റ അപ്പോഴേക്കും അത് ആ ഡിക്ലൈൻ പൂർണ്ണമായിരുന്നു ആക്ച്വലി. എനിക്ക് തോന്നുന്നു ഒരു 1990s പകുതി ആയപ്പോഴേക്കും ആ പൈക്കോയിൽ പൂട്ടിയതോടുകൂടി ആ സ്റ്റാൻഡേർഡ് കുറഞ്ഞു. അതിന് മുമ്പത്തെ കോമിക്സിന്റെയും കഥകളുടെയും ഒക്കെ സ്റ്റാൻഡേർഡ് ഭയങ്കര ഹൈ ആയിരുന്നു. അത് കംപ്ലീറ്റ്ലി ഒന്ന് കുറഞ്ഞു. പിന്നെ മറ്റേ കാക്ക പൂച്ച പട്ടിയുടെ കഥകളായി. അത് ഈ പറയുന്ന അനുഭവം പറഞ്ഞപ്പോഴാണ് എനിക്കത് ശരിക്കും കണക്ട് ആയത്. കാരണം അതില് ആ സമയത്ത് സ്റ്റാൻഡേർഡ് ശരിയാണ്, ഹൈ ആയിരുന്നു ശരിക്കും. കാരണം ആ സമയത്ത് തന്നെയാണ് വിക്രം ഒക്കെ വന്നത്. എനിക്ക് തോന്നുന്നു വിക്രവും അങ്ങനെയാണെന്ന് തോന്നുന്നു വന്നത്. വിക്രം ശരിക്കും ഒരു സ്പൈ ത്രില്ലറാണ്. ഈ മറ്റേ ജെയിംസ് ബോണ്ട് ഒക്കെ പോലെ നമുക്ക് ജെയിംസ് ബോണ്ടിന് വേണ്ടിയുള്ള ഒരു റോ ഏജന്റ് ആയിരുന്നു. അതും ഇതുപോലെ തന്നെയാണ്. കാരണം നമുക്കറിയാം അത് കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള ആളുകൾക്കുള്ളതാണ്. നമുക്കിത് വായിക്കുമ്പോഴേ മനസ്സിലാവും. കുറച്ച് അതിന്റെ ആക്ച്വൽ കഥാപരിസരമൊക്കെ ഒരു നിസാര സംഭവം ഒന്നുമല്ല. ചുമ്മാ കയറി അങ്ങ് ഇൻഫിൽട്രേറ്റ് ചെയ്ത ആളെ ഒഴിവാക്കിയിട്ട് വരുന്ന പരിപാടിയല്ല. പുള്ളിയുടെ അന്വേഷണവും പിന്നെ ഏത് എപ്പിസോഡ് അവസാനം ആവുമ്പോഴും ഇദ്ദേഹം പിടിക്കപ്പെടാം. പുള്ളി ഭയങ്കര ഹിസ് പ്ലേയിങ് വിത്ത് ഫയർ. എല്ലാത്തിലും എന്തെങ്കിലുമൊക്കെ കാണും. അങ്ങനെ അത് ഡയലോഗ് ഹെവി ആയതുകൊണ്ട് നമ്മൾ സാധാരണ കുട്ടികളത് മാക്സിമം ഒഴിവാക്കാറാണ് പതിവ്. അത് അത്ര കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പക്ഷെ പതുക്കെ ആ ബുക്ക് കയ്യിലിരിക്കുന്നുണ്ട്. നമ്മൾ പതുക്കെ അത് അവസാനമാണ് ഇതൊക്കെ എടുത്ത് വായിക്കുന്നത്. പക്ഷെ ഇതിലൊരു ഒരു സ്റ്റോറി എനിക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. അതൊരു ആർട്ട് ഗാലറി, എന്തോ ഒരു ആർട്ട് ഗാലറിയുടെ മറവിൽ എന്തോ ഒരു ഇത് നടക്കുന്നുണ്ട്, മറ്റേ രഹസ്യ കൈമാറ്റം നടക്കുന്നുണ്ട്. ആ ഒരു കഥയുണ്ടായിരുന്നു. കാരണം അത് ഓപ്ഷൻ ചെയ്യുന്ന ആളുകളാണ് അത് കൊണ്ടുപോകുന്നത്. ആക്ച്വൽ ബ്ലൂ പ്രിന്റ്സ് എന്തിൻ്റെയൊക്കെ കൊണ്ടുപോകുന്ന ഒരു കഥയുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അത് വായിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്ന് ആ സമയത്ത് ഞെട്ടാനുള്ള വകയായിരുന്നു. കാരണം അങ്ങനെ ഒരു സംഭവം, അതായത് അത് ഓപ്ഷൻ ചെയ്യുമല്ല, ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും അത് ഫേക്കാന്ന് പറഞ്ഞിട്ട് ഇവരത് എടുത്തുകൊണ്ട് പോവുകയാണ്. അതായത് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, നിങ്ങൾക്ക് നാണക്കേടാവണ്ടെന്ന് പറഞ്ഞിട്ട് ആർട്ട് ഗാലറിയോട് പറഞ്ഞിട്ട് ഇയാൾ കൊണ്ടുപോകുന്നതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ആർട്ട് ഡീലറും ഇവരും തമ്മിലുള്ള ടൈപ്പാണ്. ആർട്ട് ഡീലർക്ക് വേറെ എമൗണ്ട് കിട്ടുന്നുണ്ട്, ചെറിയ എമൗണ്ടിനാണ് ഈ സാധനങ്ങൾ വിൽക്കുന്നതെന്നാണ് വെപ്പ്. പക്ഷെ അതിൻ്റെ അകത്ത് ഇങ്ങനെ എംബഡ് ചെയ്തിട്ടുണ്ട്. അതൊരു ഗണപതിയുടെ പ്രതിമയോ അങ്ങനെ എന്തിൻ്റെ ഒരു പ്രതിമയ്ക്കകത്ത് ഈ മറ്റേ ബ്ലൂ പ്രിന്റ്സ് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു സംഭവം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അതെങ്ങനെ തുറക്കുന്നതെന്ന് വെച്ചാൽ അത് ഏതൊരു കെമിക്കൽ ഇട്ട് കഴിയുമ്പോഴാണ് ആ മറ്റേ ഇത് പുറത്തു വരുന്നത്, ആ പേപ്പർ പുറത്തു വരുന്നത്. അത് പൊട്ടിച്ചെടുക്കാൻ പറ്റില്ല. അതൊക്കെ കണ്ടപ്പോൾ ഈ അടുത്ത കുറെ സിനിമകളിൽ അതുപോലുള്ള സംഭവങ്ങൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അതിന് മുമ്പ് ആ സാധനങ്ങൾ ഉണ്ടാവാം. എനിക്ക് ഇൻസ്പയർഡ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അയൻ സിനിമയൊക്കെ കണ്ടപ്പോൾ അതിനകത്ത് ഈ മറ്റേ പുറത്തുള്ള, അതായത് ഇതിന്റെ ആവരണം എന്തോ ഒരു കെമിക്കൽ ഇട്ട് കഴിയുമ്പോൾ അത് വേറെ ഏതൊരു ഡ്രഗ് എന്തോ ആയിരുന്നു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അത് അയൻ സിനിമ കണ്ടപ്പോൾ ഞാൻ ഈ പറഞ്ഞ പഴയ എപ്പിസോഡ് കണക്റ്റായി. എനിക്ക് വിക്രത്തിന്റെ എപ്പിസോഡ് കണക്റ്റായി. ഇതൊക്കെ ഹെഡ് ഓഫ് ഇറ്റ്സ് ടൈം ആയിരുന്നു ആക്ച്വലി. ഇപ്പോഴും ഇതൊക്കെ കുറച്ച് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാല് വളരെ ഹൈ സ്റ്റാൻഡേർഡ് മൂവീസ് ഒക്കെ ആയിട്ട് എടുക്കാം. അന്ന് ഇതിനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് സിനിമ ആയില്ല എന്നേ ഉള്ളൂ. ഈ പൈക്കോന്റെ കാര്യം പറയുമ്പോൾ പബ്ലിക്കേഷൻസ് ആസ് എ പബ്ലിഷർ അവരുടെ കോൺട്രിബ്യൂഷൻ ടു ചിൽഡ്രൻസ് ലിറ്ററേച്ചർ നമുക്കത് ഇറ്റ്സ് വെരി വെരി ബിഗ്. കൂട്ടിപ്പോയി എന്നുള്ളത് വേറെ, അത് ചിലപ്പോൾ അവരുടെ മാർക്കറ്റിങ്ങിന്റെ ഒക്കെ പ്രശ്നമായിരിക്കും. പക്ഷെ the kind of magazines they've come out with, kind of books they've worked with, അതിനൊക്കെ ഒരു വേറെ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ മാതിരി കാക്കാപൂച്ച ലെവൽ അല്ലായിരുന്നു അതൊന്നും. ഇല്ലസ്ട്രേഷൻ ആയാലും കോണ്ടന്റ് ആയാലും കഥകളായാലും ഒക്കെ. ആൻഡ് എറണാകുളത്ത് they had a store. എൻ്റെ ഫേവറേറ്റ് മെമ്മറീസ് ഓഫ് ചൈൽഡ്ഹുഡ് ഇസ് ഗോയിങ് ടു ദ പൈക്കോ സ്റ്റോർ ഇൻ ബ്രോഡ്വേ. എനിക്കൊന്ന് MG റോഡിൽ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു.
പക്ഷെ എം ജി റോഡിലെ സ്റ്റോർ ഇസ് മോർ ലൈക്ക് അടുത്ത് മ്യൂസിക്കും ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. പക്ഷെ വൺ ഇൻ ബ്രോഡ്വേ വാസ് ജസ്റ്റ് ബുക്സ്. ഒരു ഹാൾ, അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ ബുക്ക് സ്റ്റോറൊക്കെ മാറി ഫാൻസി ഒന്നുമല്ല, ഒരു വലിയൊരു ഹാളിൽ ബുക്സ് ആണ്. കയറി ചെല്ലുന്ന റൈറ്റ് സൈഡിലാണ് ചിൽഡ്രൻസ് ബുക്സ് ഉള്ളത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ഈ ഇംഗ്ലീഷ് ബുക്സ് വാങ്ങിക്കുമ്പോൾ ദി മോർ എക്സ്പെൻസീവ് ദെൻ മലയാളം ബുക്സ്. അത് എനിക്ക് ഓർമ്മയില്ല. ഇപ്പം എനിബ്ലറ്റിൻ്റെ ബുക്കൊക്കെ ആക്ച്വലി ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു. ആൻഡ് ഇവരാണോ എന്ന് എനിക്ക് അറിയില്ല, ഈ ഫോർ സെയിൽ ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഓൺലി പബ്ലിഷിംഗ് കൊണ്ടുവന്നത്, വിച്ച് വർ ലൈക്ക് ചീപ്പർ 50-60 റുപ്പീസിന് ബുക്സ് കൊണ്ടുവന്നത്, 3-in-1 സീരീസ് ഒക്കെ കൊണ്ടുവന്നത് പൈക്കോൺ. ഡൈഗ്രസ് ചെയ്യാണ്, പക്ഷെ പൈക്കോനെ കുറിച്ച് പറയുമ്പോൾ ഐ ഹാവ് ദിസ് വെരി എന്താ പറയുക ഫോണ്ട് മെമ്മറീസ് ഓഫ് പൈക്കോ. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ പൂമ്പാറ്റയിൽ ഒരു കോമഡി പത്രം വരുമായിരുന്നു. അപ്പോൾ ഒരു ഓണത്തിന് അതിൽ ഈ കോമഡി പത്രം വന്നിട്ട് അതിൻ്റെ അടിയിലൊരു നോട്ടായിട്ട് കൊടുത്തായിരുന്നു, ഓണസദ്യ കഴിച്ച് പത്രാധിപർമാർ കിടപ്പിലാകുന്നതിനാൽ അടുത്ത ആഴ്ച പൂമ്പാറ്റ ഉണ്ടായിരിക്കുന്നതല്ലാന്ന്. അത് കഴിഞ്ഞിട്ട് ആണ് ഇത് നിന്നുപോയത്. അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. ഒരു അറം പറ്റിയ പോലെ ഒരു സാധനം പോലെയാണ് തന്നെ എൻ്റെ ഓർമ്മ. ജംഗിൾ പിന്നെ ടൈംസ് ആണോ? ഏതാ അല്ല, പത്രം ഓർമ്മയില്ല. അത് മറ്റേ അല്ല, മൃഗങ്ങളുടെ അത് തമാശ കോമഡി പത്രങ്ങൾ ഉണ്ടാവുമായിരുന്നു ഓക്കെ. അതിൻ്റെ അകത്ത്. അങ്ങനെ ഒരെണ്ണമായിരുന്നു ഇത്. പിന്നെ നമ്മൾ പൂമ്പാറ്റയിലെ വേറൊരു നല്ല കോമിക് എന്ന് പറയുന്നത് ഇൻസ്പെക്ടർ ഗരുഡായിരുന്നു. ഇൻസ്പെക്ടർ ഗരുഡും പുള്ളിയുടെ ഒരു കോൺസ്റ്റബിൾ ഉണ്ട്, ബൽബീർ. ഇവരിങ്ങനെ ഒരുപാട് കേസുകൾ സോൾവ് ചെയ്യുന്നത്. അതിൽ ഇൻസ്പെക്ടർ ഗരുഡിന്റെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ള ഒരു ഭയങ്കര രസമുള്ള ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭാര്യ കൊല്ലപ്പെടുന്നു. ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിന് ഒരുപാട് പേര് ഒരു അടുത്തടുത്തുള്ള ഒരു വീട്ടില് ഒരുപാട് പേര് വന്ന് നിൽക്കുകയാണ്. അപ്പൊ അതില് ഒരാളുടെ ഭാര്യ കൊല്ലപ്പെടുന്നു. അവര് മുറി കയറി കതക് അടച്ചിരുന്നതാണ്. എന്നിട്ട് ഇവര് കൊട്ടി വിളിക്കുക എവിടെ പോവാനായിട്ട്. അപ്പൊ അവര് പറയും, ദയവേത് എന്നെ ശല്യപ്പെടുത്തരുത്, എനിക്ക് തലവേദനയാണ്, ഞാൻ കുറച്ചു നേരം മയങ്ങട്ടെ എന്നെന്തോ പറയും. അത് കഴിഞ്ഞിട്ട് ഇവര് പോയി തിരിച്ചു വരുമ്പോൾ അവര് മരിച്ചു കിടക്കുകയാണ്. കതകകത്തുനിന്ന് കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആത്മഹത്യയാണ് അല്ലെങ്കിൽ സ്വാഭാവിക മരണമാണെന്ന് വരും. പക്ഷെ അവസാനം ഇതിൽ നിന്ന് ഭർത്താവ് ഒരു ടേപ്പ് റെക്കോർഡറിൽ ഭാര്യ പറയുന്നത് റെക്കോർഡ് ചെയ്തിട്ട് റിമോട്ട് കൺട്രോൾ വെച്ച് പ്ലേ ചെയ്തതാണ്. ഭർത്താവ് ആദ്യമേ ഭാര്യയെ അകത്ത് കൊന്നിട്ടിട്ട് ജനൽ വഴി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വളരെ മെച്യൂർ തീംസ് ആണ്, വളരെ മെച്യൂർ തീംസ് ആണ്. പക്ഷെ എന്നാലും ഇതൊരു കുട്ടികളുടെ മാസികയിലാണ് വന്നിരുന്നത്. അതില് ഈ ഫോറൻസിക് സയൻസിനെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നത് അതിലാണ്. അപ്പൊ ഇതിലാണ് പറയുന്നത്, ഫോറൻസിക് സയൻസ് പറയുന്നത് മരണം നടന്നിട്ട് 6 മണിക്കൂറായി എന്നാണ്. നിങ്ങൾ പറയുന്ന അനുസരിച്ച് മരണം 5 മണിക്കൂർ മുമ്പ് അവരുമായി സംസാരിച്ചിരുന്നല്ലോ എന്ന് പറയുന്നതൊക്കെ ഉണ്ട്. അപ്പൊ അപ്പോഴാണ് ഈ ഫോറൻസിക് സയൻസിനെ കുറിച്ചൊക്കെ കേൾക്കുന്നത്. അത് ആക്ച്വലി ഇൻസ്പെക്ടർ ഗരുഡും സോറി അത് ആക്ച്വലി ജെയിംസ് ഹാർലി ചേസിന്റെ ഒരു നോവലിന്റെ ആ പ്ലോട്ട് ലൈൻ ആ നോവലാണ്. പക്ഷെ നേരെ തിരിച്ചാണ്. അതായത് അലിബി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. ഡെഡ് ബോഡി മർഡർ തന്നെ മറക്കുക ചെയ്യാൻ, മറ്റേത് അലിബി ക്രിയേഷൻ ആയിരുന്നു. എനിക്ക് തിങ്ക് അബൌട്ട് ഇതൊക്കെ ആക്ച്വലി കുട്ടികളുടെ മാഗസിനിൽ വരേണ്ടതായിരുന്നോ എന്നുള്ളത്. അത് പറഞ്ഞപ്പോ ഇൻസ്പെക്ടർ ഗരുഡ് എനിക്ക് തോന്നുന്നത് ഇതാണ് സെയിം ടിങ്കിളിൽ നിന്ന് വന്ന് സിൻഡിക്കേറ്റ് ചെയ്ത ഒരു ക്യാരക്ടറാണ് തോന്നുന്നു. കാരണം അത് പിന്നീട് ബാലരമ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു വിക്രം കുറച്ചും കൂടെ മെച്യൂർ തീംസ് ആണെന്ന് തോന്നുന്നു. കാരണം ഏതോ ഒരു എപ്പിസോഡിൽ ഒരു ഹണി ട്രാപ്പ് ബ്ലാക്ക് മെയിലിംഗ് സീക്വൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ട് ഓർമ്മയുണ്ട്. ഞാൻ ആ സമയത്ത് ഞാൻ ആലോചിക്കുന്നുണ്ട്, ദിസ് ഇസ് നോട്ട് അപ്രോപ്രിയേറ്റ് ഫോർ ചിൽഡ്രൻ. സോ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൻ, അത് വിക്രം പബ്ലിഷ് ചെയ്തത് ആക്ച്വലി വിദ്യാർത്ഥി മിത്രം എന്ന് പറഞ്ഞൊരു പബ്ലിഷേഴ്സ് ആണ് ഇംഗ്ലീഷിൽ. പിന്നെ അത് പൂമ്പാറ്റയിലേക്ക് വന്നതാണ്. അത് മനോരാജ്യം പൂമ്പാറ്റയിലാണ് വന്നതെന്നാണ് എൻ്റെ വിശ്വാസം. ആ സമയത്ത് ഗരുഡൊക്കെ പോയിരുന്നു, ഇൻസ്പെക്ടർ ഗരുഡ് ബാലരമയിലേക്ക് പോയിരുന്നു. ഓക്കെ. പിന്നെ ആ പൂമ്പാറ്റയുടെ ബാക്കി ഇതിൻ്റെ കേസ് പറയുവാണെങ്കിൽ ബാക്കിയുള്ള എന്താ പറയുക റെഗുലർ ഫീച്ചേഴ്സ് പറയുവാണെങ്കിൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒരാളുണ്ടായിരുന്നു, പ്രൊഫസർ അങ്കിൾ എന്ന് പറഞ്ഞിട്ട്. അതായത് പുള്ളിയും 2 കുട്ടികൾ എപ്പോഴും വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. ബാലരമയ്ക്ക് ഈ പറഞ്ഞ പരിപാടി ഉണ്ട്, ഇൻഫോർമേറ്റീവ് എന്തെങ്കിലും ടിപ്സ് ഉണ്ടാവും. പക്ഷേ
അവിടെ എന്താന്ന് വെച്ചാൽ അത് ആരും നെറേറ്റ് ചെയ്യുന്ന ഒന്നുമല്ല. ഒരു എപ്പിസോഡിനകത്ത് ചെയ്യുന്ന ഒരു എന്തെങ്കിലും ഒരു റാൻഡം ടോപ്പിക് എടുത്തിട്ട് കുറെ എന്താ പറയുക എൻസൈക്ലോപീഡിയ പോലെ എന്തെങ്കിലും കാണിക്കുന്നതാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ രണ്ട് കുട്ടികള് പ്രൊഫസർ അങ്കിളിന്റെ രണ്ട് എനിക്ക് തോന്നുന്ന നെഫ്യൂസ് ആണെന്ന് തോന്നുന്നു. അവര് രണ്ട് വന്ന് ചോദിക്കും. വാണിപ്പിള്ളേര്. അതെ. അവര് വന്ന് എന്തെങ്കിലുമൊക്കെ കൊസറാക്കൊള്ളി ചോദ്യം ചോദിക്കും. അങ്കിളിന് അതിന് ഉത്തരം ഉണ്ടാവും. അങ്കിൾ അതിങ്ങനെ മറ്റേ പതുക്കെ പതുക്കെ അത് പറയും. അത് ഫ്രെയിംഡ് ആണ്. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ടാണത് ജെൽ ചെയ്ത് കൊണ്ടുപോകുന്നൊരു പരിപാടിയായിരുന്നു. അപ്പൊ അതൊക്കെ പക്ഷെ എന്താ സംഭവം ഇതിന്റെയൊക്കെ ഇലിസ്ട്രേഷൻസ് അടിപൊളിയാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഈ അർജുൻ ഇലിസ്ട്രേറ്റ് ചെയ്ത ആള് തന്നെയായിരിക്കും ചിലപ്പോൾ പ്രൊഫസർ എങ്കിലും ഇലിസ്ട്രേറ്റ് ചെയ്തത്. ഭയങ്കര അതിനകത്തുള്ള പോലെ ഇപ്പൊ അതിനകത്ത് മോൺസ്റ്റേഴ്സ് ടെൻഡക്കിൾ മോൺസ്റ്റേഴ്സിനെ കാണിക്കില്ലേ, അതേ ഒരു ഒരേ ലക്കത്തിലാണ് ഇവിടെ ഒക്ടോപസിനെ പറ്റിയുള്ള ഒരു സംഭവം. അത് ഓർമ്മയുണ്ട് എനിക്ക്. അപ്പൊ ആ രണ്ടും ഏകദേശം സിമിലർ ആണ്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയാ അതൊരു നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഇതുപോലുള്ള എന്താ പറയാ തലമാറട്ടെ പോലത്തെ സാധനങ്ങളായിരുന്നു. തലമാറട്ടെ വേണു. ഒരു വേണു ആ വേണു വേണുവിന്റെ വേണു എല്ലാം കിടലൻ സംഭവങ്ങളാണ്. പുള്ളി എന്തെങ്കിലുമൊക്കെ പുതിയത് കൊണ്ടുവരും. ഇപ്പൊ ജമ്പനും തുമ്പനും വേണുണ്ടിയായിരുന്നു. അതെ. അല്ലെ പിന്നെ നമ്മുടെ എലിമണി മുണ്ട റെഡിമണി മുണ്ടക്കെ എലിമണി മുണ്ടക്കെ എലിമണി മുണ്ടക്കെ. എലിമണി എലിമണി മുണ്ടക്കെ മുണ്ടക്കെ അതിലല്ലേ ചലോ മറ്റേ ചപ്പൽസ് ചലോ ചെലോ ചപ്പൽസ്. ചപ്പൽസ് മറ്റേ എലിമണി മുണ്ടക്കെ അല്ലേ മറ്റേ പുട്ടുകുറ്റി വെച്ചിട്ട് ആളെ ക്ലോൺ ഗൺ വെച്ചിട്ട് ക്ലോൺ ആരുടെ ഗൺ ഷേപ്പ് വേണേ മാറ്റാൻ പറ്റും. പുട്ടുകുറ്റി എന്ന് പറയുന്ന സാധനം അത് 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 നല്ല അടിപൊളി പരിപാടിയായിരുന്നു. ചെലോ ചപ്പൽസും എനിക്ക് ഓർമ്മയുണ്ട്. ചെലോ ചപ്പൽസ് തലമാറട്ടെ എനിക്ക് വേണം ഓജി എന്ന് പറയാനുള്ള സംഭവം. ഓജി. തലമാറട്ടെയാണ് തുടങ്ങിയത്. അതെ. അതൊരു അതെ. അത് വായിച്ച ഓർമ്മയുള്ളത് തുടക്കം. അതിൽ നിന്നാണ് എനിക്ക് ഇപ്പോഴത്തെ ആക്ച്വലി ഡോഗ് മാൻ ഒക്കെ കോപ്പി അടിച്ചിരിക്കുന്നത്. എനിക്ക് ആക്ച്വലി ചലോ ചപ്പൽസ് വന്നപ്പോ ഉണ്ടല്ലോ ഭയങ്കര വിഷമമായിരുന്നു, ദേഷ്യവും വിഷമമായിരുന്നു. കാരണം തലമാറട്ടെ വന്ന ശേഷം അത് പോയി കഴിഞ്ഞ ശേഷമാണ് ചലോ ചപ്പൽസ് വന്നത് റീപ്ലേസ്മെന്റ് ആയിട്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഞാൻ ആ സമയത്ത് ഭയങ്കര ബാലരമ ഫാനാണ്. അതെ, ഇപ്പോഴും അതെ, മായാവിയുടെ ടീഷർട്ടൊക്കെ. അപ്പൊ ദേ അപ്പൊ മായാവി. ചലോ ചപ്പൽസ് വന്നപ്പം ശരിക്കും ഒരു വിഷമമായിരുന്നു, തലമാറട്ടെ പോയല്ലോ എന്ന്. അപ്പൊ അതിലോട്ട് അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. പിന്നെ എലിമണി മുണ്ടക്കയം വന്നപ്പോഴാണ് ഒന്ന് മയപ്പെട്ടത്. അല്ല, ഇതില് പല ക്യാരക്ടേഴ്സിന്റെയും ദാമു ഇടുന്ന പേര് ഭയങ്കര ദാമല്ല വേണു ഇടുന്ന പേര് വേണു. ഭയങ്കര വേണു. രസമാണ്. എന്താണ് പരാമർ ദ്രോഹ് സിംഗ്, പിന്നെ ചാത്തൻ ചതോപാധ്യായ, അങ്ങനത്തെ കുറെ പേരുകളാണ്. ഭയങ്കര രസമുള്ള പേരുകളാണ്. അതേപോലെ പുള്ളിയുടെ ഡ്രോയിങ്സ് ഭയങ്കര ആക്റ്റീവാണ്. ഇങ്ങനെ നമുക്ക് ആ മുഖമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് വരച്ചു കൂട്ടിയതാണെന്ന് പറയാം തോന്നും. പക്ഷെ ആൾക്കാർ ചാടുന്ന ജമ്പനും തുമ്പലൊക്കെ ആണെങ്കിൽ ചാടുന്നതൊക്കെ നമുക്ക് നല്ല ഫീലിംഗ് ആ കിട്ടുന്നത്, ഈഹാ. തെറിച്ചു പോകുന്നതും. ആ ബൈക്കിന്റെ മുകളിലേക്ക് ചാടുന്നതുണ്ട് തുമ്പൻ. അത് ഭയങ്കര രസമാണ് കാണാനായിട്ടൊക്കെ. മറ്റേയാൾ ഓൾറെഡി ബൈക്കിൽ കയറി പോവാൻ തുടങ്ങുമ്പോഴാണ് ഇങ്ങനെ ചാടി വരുന്നത്. അതൊക്കെ ഭയങ്കര ക്യൂട്ടാണ്. ഈ തുമ്പന്റെ വാലിൽ ഒരു എക്യുപ്മെന്റ് ഉണ്ട്, ലാംഗ്വേജ് അനലൈസർ. ലാംഗ്വേജ് അനലൈസർ. അത് വെച്ചിട്ടാണ് ജമ്പം പറയുന്ന മുഴുവൻ തുമ്പന് മനസ്സിലാവുന്നത്. ഇപ്പോഴത്തെ ഗൂഗിൾ ട്രാൻസ്ലേറ്റിനൊക്കെ എത്രയോ കാലം മുമ്പ് നടന്ന ആളുകളാണ്. ഇയാളെ ബേസ് ചെയ്തിട്ടായിരുന്നു CID മൂസയില് അർജുൻ എന്ന് പറഞ്ഞ, നോട്ട് ബേസ്, പക്ഷെ ആ തോട്ട് പ്രോസസ് ഉണ്ടല്ലോ ആ നായയുടെ ഇയാൾ ദിലീപിന്റെ ക്യാരക്ടറിന്റെ കൂടെ നടക്കുമ്പോഴുള്ള ചില ബബിൾസ് ഒക്കെ എനിക്ക് അത് കാണുമ്പോ എപ്പോഴും എനിക്ക് ആ ജമ്പനും തുമ്പനാണ് ഓർമ്മ വന്നിരുന്നത്, ആ ഹോൾ മൂവി. അത് പറഞ്ഞപ്പോ നമ്മൾ CID മൂസയുടെ കാര്യം പറഞ്ഞപ്പോ CID മൂസയായിരുന്നു ആക്ച്വലി ദ OG കോമിക് ബുക്ക് ഡിറ്റക്റ്റീവ്. ഇങ്ങനെ കണ്ണാടി വിശ്വനാഥൻ എന്ന് പറഞ്ഞ വ്യക്തി, പുള്ളിയാണ് CID മൂസ കൊണ്ടുവരുന്നത്. അതുവരെ പുള്ളി ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ ട്രാൻസ്ലേഷൻസ് ആയിരുന്നു. പുള്ളി സ്റ്റീൽ ക്ലോ എന്ന് പറഞ്ഞുള്ള ബ്രിട്ടീഷ് കോമിക്സ് മലയാളത്തിൽ കൊണ്ടുവന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഇരുമ്പ് കൈ മായാവി, സ്റ്റീൽ ക്ലോ ഭയങ്കര പോപ്പുലർ ആയിരുന്നു. സെയിം ഈ ഇരുമ്പ് കൈ മായാവി എന്ന് പറഞ്ഞ് മലയാളത്തിൽ ഇറങ്ങുന്നത് തന്നെ ഉരുക്ക് കൈ മായാവി എന്ന് പറഞ്ഞ് വേറൊരു പബ്ലിഷേഴ്സ് ഇറക്കുമായിരുന്നു. അത്രയ്ക്ക് പോപ്പുലർ ആണ് ഈ സംഭവം. ഇത് ഞാൻ ഒരു വട്ടം തന്നെ ഒരു കോമിക്കിൻ്റെ ഇട്ടിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. ഇറ്റ്സ് വെരി വെരി എന്താ പറയുക, നന്നായൊരു വളരെ നല്ല രീതിയിൽ വരച്ചിട്ടുണ്ടത്. വളരെ നല്ല പ്ലോട്ട് ലൈൻസ് ആണ്. ഏലിയൻസും
പിന്നെ സീക്രട്ട് ഏജൻസും അങ്ങനെ കുറെ സംഭവങ്ങൾ. ഇത് ഒരു ഒരു എന്താ പറയുക, ഒരു കയ്യുറ പോലത്തെ ഒരു സംഭവമാണ്, ഒരു സ്റ്റീൽ ഹാൻഡ് മാത്രമാണ്. അപ്പൊ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കത് ഇടുകയല്ല, എനിക്കത് പുള്ളിയുടെ കൈയുടെ ഒരു ഭാഗമാണ്. പുള്ളി ഇൻവിസിബിൾ ആകും. അതിൽ നിന്ന് എന്താ ഈ CID സിനിമയെ കാണുന്ന പോലെ പോയിസൺ ഗ്യാസ് ഉണ്ട്, റോക്കറ്റ് ലോഞ്ചർ ഉണ്ട്, ഇല്ലാത്ത സംഭവം ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സംഭവം ആക്ച്വലി കറണ്ട് കടത്തി വിടുമ്പോഴാണ് പുള്ളിക്ക് അതിൽ വൈദ്യുതി കടത്തി വിടുമ്പോഴാണ് ആൾ വിസിബിൾ. ഇൻവിസിബിൾ ആവുന്നത്. പക്ഷെ ഓക്കെ. എനിക്ക് തോന്നുന്നത് ഇത് കണ്ണാടി വിശ്വനാഥന്റെ വേർഷൻ ആണെന്ന് എനിക്ക് സംശയമുണ്ട്. ഈ റോക്കറ്റ് ലോഞ്ചറും എല്ലാം ഉള്ളത് ഞാൻ വായിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഒരിക്കലും ഈ മായാവി ആയിരിക്കും. അത് ശരിക്കും ഈ പറഞ്ഞ സ്റ്റീൽ ക്ലോയുടെ മലയാളം തർജ്ജമയായിരുന്നു. അത് പൈക്കോ ഓക്കെ. ക്ലാസിക്സിന്റെ, കാരണം അത് മറ്റേ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഡൈജസ്റ്റിനകത്ത് ഫാൻഡത്തിന്റെ അകത്ത് തന്നെയായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നത്. അപ്പൊ അതില് ഇത് ആസ്ടെക്സിന്റെ എന്തോ ഒരു സാധനം, ഒരു ആർട്ടിഫാക്ട് ഇവർക്ക് കിട്ടും. അപ്പൊ അത് വെച്ച് ആൾക്കാരെ ബ്ലൈൻഡ് ആക്കാൻ പറ്റും. ലോകം മുഴുവൻ വേണമെങ്കിൽ ബ്ലൈൻഡ് ആക്കാം. അപ്പൊ ഒരു സംഘടനയുടെ കയ്യിൽ അത് കിട്ടുവാണ്, ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ കയ്യിൽ കിട്ടുവാണ്. അപ്പൊ ഇദ്ദേഹം പോകുന്ന ഒരു യാത്ര ചെയ്യുന്ന ഒരു ഫ്ലൈറ്റ് അതിന്റെ ഫ്രണ്ടിൽ വെച്ച് അവരത് പ്രയോഗിക്കും. അപ്പം പൈലറ്റ് ബ്ലൈൻഡ് ആവും. ഫ്ലൈറ്റ് ക്രാഷ് ആവുമ്പോൾ ഇദ്ദേഹം അതിനകത്ത് നിന്ന് രക്ഷപ്പെടുന്ന എനിക്ക് ഓർമ്മയുണ്ടാവും. പുള്ളി മറ്റേ ഒരു ഹോൾഡർ, ബൾബിന്റെ ഹോൾഡറിനകത്ത് കൈയിട്ട് പുള്ളി ഇതാവും, ഇൻവിസിബിൾ ആവും. ആ ഫ്ലൈറ്റ് ഫുൾ അവർ അതിനകത്തുള്ള എല്ലാവരെയും ബന്ദികളാക്കും, സർവൈവേഴ്സിനൊക്കെ. അപ്പൊ ഇദ്ദേഹം മാത്രം രക്ഷപ്പെടും. പക്ഷെ വേറെ പവേഴ്സ് ഒന്നുമില്ല പുള്ളിക്ക്. ഇൻവിസിബിൾ ആയിട്ട് ഇതിനിടയിൽ കൂടെ പോകാവുന്നേ ഉള്ളൂ. അതിനകത്ത് വേറെ എന്താ പറയാ, അതിനകത്ത് വേറെ സ്പെഷ്യാലിറ്റീസ് ഒന്നുമില്ല. ഓക്കെ, ഞാൻ റോക്കറ്റ് ലോഞ്ചർ എന്ന് പറഞ്ഞ കുറച്ച് അതിശയോക്തിയാട്ടോ. എനിക്ക് പോയിസൺ ഗ്യാസ് നല്ല ഓർമ്മയുണ്ട്. ചിലപ്പോ എനിക്ക് വെടിയുണ്ട വല്ലതും കാണും. അതേപോലെ അപ്പൊ അങ്ങനെ തുടങ്ങിയ കണ്ണാടി വിശ്വനാഥൻ തുടങ്ങിയ ഒരു ഒറിജിനൽ ക്യാരക്ടറാണ് CID മൂസ. ആ റെഫറൻസ് നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് വട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഡയലോഗാണ് വെടിയുണ്ട മാറിക്കളയാമെന്ന് പറയുന്നത്. പിന്നെ ആ സമയത്ത് വെടിവെക്കുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ സുഖമായിട്ട് കാണിക്കും ഇങ്ങനെ ചരിഞ്ഞ് മാറുന്നതൊക്കെ. കോമിക് പാനലിൽ മാറാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരു തോട്ട് ബബിൾ വരും, വെടിയുണ്ട മാറിക്കളയാന്ന് പറയും. അതൊക്കെ എന്ന് പറഞ്ഞ മലയാളിയുടെ മെമ്മറിയിൽ ഇംപ്രിന്റ് ആയി പോയി കഴിഞ്ഞ കോമിക് ഡയലോഗ്സ് ആണ്. ഈ വേണുവിന്റെ തന്നെ ഒരു സാധനം മിസ് ചെയ്തു. മറ്റേ ബാലരമയുടെ അവസാന മൃഗാധിപത്യം. പേജിലെ മൃഗാധിപത്യം വന്നാൽ അത് ക്രൗഡ് സോഴ്സ്ഡ് പ്രോഗ്രാമാണ്. ആളുകളാണ് ഐഡിയാസ് അയച്ചു കൊടുക്കുന്നത്, എന്നിട്ട് അവര് വേണു പടം വരയ്ക്കും. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് ഒരെണ്ണത്തില് ഒരു താറാവ് ഒരു കോഴിയെടുത്ത് സംസാരിക്കണം. അപ്പൊ കോഴി താറാവിന്റെ അടുത്ത് ചോദിക്കും, അന്റാർട്ടിക്കയിൽ നിന്ന് നിന്റെ അമ്മായി വരുന്നെന്ന് പറഞ്ഞിട്ട് എവിടെയെന്ന് ചോദിക്കും. അപ്പൊ ഫ്രിഡ്ജ് തുറന്ന് കാണിക്കുക, അതിൻ്റെ അകത്തൊരു പെൻഗ്വിൻ ഇരിപ്പുണ്ട്. എന്നിട്ട് പറയാം, എന്റെ പെൻഗ്വിൻ ആൻറ്റി ഇതേ ഫ്രിഡ്ജിന്റെ അകത്ത് ഇരിപ്പുണ്ട്. അപ്പൊ പെൻഗ്വിൻ പറയുകയാണ്, സാറാമ്മയെ കഥ കടക്കടി, എന്തൊരു ചൂട്. എനിക്കൊന്നത് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നില്ലേ മൃഗാധിപത്യം വന്നാൽ. കാരണം പണ്ട് തലമാറട്ടയുടെ സമയത്തും ഇതുണ്ടായിരുന്നു. പിന്നെ ചലോ ചപ്പൽസും എല്ലാം കഴിഞ്ഞു പോകുമ്പോഴും ഈ സാധനം എന്തായാലും ഉണ്ട്. ബാലരമ വായിച്ചിട്ട് ഒരുപാട് കാലമായി. ക്രൗഡ് സോഴ്സ്ഡ് ആയിരുന്നെങ്കിൽ പിന്നെ വരയ്ക്കാൻ മാത്രം ആളെ നോക്കിയാൽ മതിയല്ലോ. ഐഡിയാസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുമല്ലോ. ഈ മറ്റേ ഇതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്കിപ്പോ ഈ എന്താ പറയാ, ടിങ്കിൾ എന്താ പറയാ, പൈക്കോ ആണോ അതോ എനിക്കറിയില്ല, പബ്ലിക്കേഷൻസിന്റെ പേര് ക്ലിയർ ആയിട്ട് അറിയില്ല. പക്ഷെ ടിങ്കിളിലേക്കൊക്കെ വരുന്നത് ഏതാണ് ശരിക്കും എൻ്റെ അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് അറിയില്ല. ശിക്കാരി ശംഭുവും ശുപ്പാണ്ടി അങ്ങനെയുള്ള, അല്ലെങ്കിൽ നസറുദ്ദീൻ ഹോജയുടെ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നതൊക്കെ എനിക്ക് തോന്നുന്ന ടിങ്കിളിലും കണ്ടിട്ടുണ്ട് നമ്മൾ. അതിന്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിലും വായിച്ചിട്ടുണ്ട്. അത് ശരിക്കും ഏതാണ്? ശിക്കാരി ശംഭു നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. അതെ, അതല്ല ടിങ്കിളാട്ടോ, ടിങ്കിളാണ്. ശിക്കാരി ശംഭു പുള്ളിയുടെ ഒരു പാട്ടുണ്ട്, ഒരു പുലിയെ വഴിയിൽ മുട്ടും കണ്ടാൽ അവനെ തട്ടും. അങ്ങനെ ഒരു പാട്ടൊക്കെ പാടിയാണ് പുള്ളി വരുന്നത്. അതുപോലെ ബാലരമയിൽ പണ്ടൊരു പുള്ളിയുടെ കണ്ണൊരിക്കലും കാണിക്കത്തില്ലല്ലോ, ആ ഒരു മീശ മാത്രമേ കാണത്തുള്ളൂ, തൊപ്പി ഇവിടം വരെ വന്ന് കവേർഡായിരിക്കും. പണ്ട് ബാലരമയുടെ ഒരു കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടായിരുന്നു, ശിക്കാരി ശംഭു തൊപ്പി ഊരിക്കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്ന് ഇമാജിൻ ചെയ്യാനായിട്ടുള്ളതൊക്കെ. പുള്ളി ഒരുപാട് വർഷങ്ങളോളം തീം എല്ലാത്തിലും സെയിം ആണ്. പുള്ളി ഈ ബടായി അടിച്ചുകൊണ്ട് പോവും,
പുള്ളിക്കൊന്നും ചെയ്യാൻ അറിഞ്ഞൂടാ. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ പുള്ളി കടുവയെ പിടിക്കും, പുലിയെ പിടിക്കും. പുള്ളി എങ്ങനെയൊക്കെയോ ഭാഗ്യം കൊണ്ട് പുള്ളി ഇതാവുന്നു. പക്ഷെ അത് ഒരു ആവർത്തന വിരസത ഇല്ലാതെ എപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യാൻ, വർഷങ്ങളോളം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ചില്ലറ പാടൊന്നുമല്ല. പ്ലോട്ട്, ആ ട്രോപ്പ് സെയിം ആണ് എല്ലാത്തിലും. I think being Shikari ഡയലോഗ്സ് ആണ് Shambhu, കുറച്ചും കൂടെ ലൈവ്ലി ആക്കുന്നത്. പറഞ്ഞില്ലേ പറഞ്ഞു. സോറി, ബീങ് ഷിക്കാരി ശംഭു ഒരു എന്താ പറയാ, ഒരു ഇതാണ്. നമ്മളെ ആൾക്കാർ പറയും, "ഓ, അവനൊരു ഷിക്കാരി ശംഭു." എന്തോ ഭാഗ്യം കൊണ്ട് ഇടി പറ്റിയപ്പോ വൈദ്യത്തമാരും കേസാണ് എന്ന് പറയുന്നത്. ഏതൊരു സിനിമയിലുണ്ടല്ലോ താൻ പറഞ്ഞ ഷിക്കാരി ശംഭു ആണെന്ന്. സിഐഡി മൂസ, സി ഡി മുസിൽ തന്നെയല്ലേ? ആ, okay, okay. ഭാവന അല്ല, പറയുന്നത് ഷിക്കാരി ശംഭു എന്ന് പറഞ്ഞൊരു ഫിലിം ഇല്ലേ? ശിക്കാരി ശംഭു ഫിലിം. പക്ഷെ അത് ഇതുപോലെ തന്നെയാണ് ഏകദേശം. അതിനകത്ത് കുറച്ച് ഇങ്ങനെ തുടക്കത്തിലൊക്കെ കോമഡി എലമെന്റ് ഒക്കെ വരുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് മറ്റേ പുലിയെ പിടിക്കുന്നതൊക്കെ. അതേപോലെ ഇന്നാണ് റൈഫിൾ ക്ലബിൽ ഈ സാധനം പറഞ്ഞിരുന്നു. ആ ഷിക്കാരി ശംഭു ശരിയാ, ഫ്രണ്ട്സും ഷിക്കാരി ശംഭു ഫ്രണ്ട്സും എങ്ങോട്ടാണ് ചോദിക്കുന്ന ഒരു ചോദ്യം. കറക്റ്റ് ആയിരുന്നു അത്. അപ്പൊ അത് അല്ല, ഇതൊക്കെ അതാണ് പറഞ്ഞത്. നമ്മളിപ്പോ ഇതൊക്കെ വന്നപ്പോ മീൻസ് വായിച്ച് വളർന്നതാണ്, ഇതൊക്കെ വായിച്ചാണ് തുടങ്ങിയത്. അപ്പൊ പിന്നെ അതിന്റെ ആ റെഫറൻസുകൾ നമ്മൾ നമ്മുടെ ലൈഫിൽ പ്രയോഗിച്ചു തുടങ്ങി, അന്നേ പ്രയോഗിച്ചു തുടങ്ങി. മുല്ല നസറുദ്ദീനും അതിൽ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള കുറെ തമാശകളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇപ്പോഴും ചിലതൊക്കെ ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞാല് മുല്ല നസറുദ്ദീനും രാജാവും കൂടെ എവിടെയോ പോവുകയാണ്. അപ്പോ രാജാവ് പറയും, പാവയ്ക്ക എന്തോ ഒരു സാധനം വളർന്നു നിൽക്കുകയാണ്. അപ്പോ രാജാവ് അത് ചൂണ്ടിക്കാണിച്ചിട്ട് പറയും, ദേ പാവയ്ക്ക ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോ നസറുദ്ദീൻ പറയും, അതെ, പാവയ്ക്ക ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഉടനെ രാജാവ് പറയും, പക്ഷെ എനിക്ക് അതിന്റെ ടേസ്റ്റ് തീരെ ഇഷ്ടമല്ല. അപ്പോ ഇയാള് പറയും, ആണോ, എനിക്കും അതിന്റെ ടേസ്റ്റ് അത്ര നല്ലതല്ല, എനിക്ക് ഇഷ്ടമല്ല. അപ്പം രാജാവ് ചോദിക്കും, താൻ എന്തിനാണോ ഞാൻ പറയുന്നത് തന്നെ പറയുന്നത്? അപ്പൊ പറയും, ഞാൻ താങ്കളുടെ സേവകനാണ്, പാവയ്ക്കയുടെ സേവകനല്ല. അതുപോലെ ബിരിയാണി കൊടുക്കുന്നെന്ന് ഇപ്പോഴും പറയുന്ന കൾട്ട് ക്ലാസിക്കിലുള്ളത് അത് തന്നെയാണല്ലോ. നസറുദ്ദീൻ ഹോജ രാജാവിനോട് പിണങ്ങിയിട്ട് മാർക്കറ്റിന്റെ നടുവിൽ പോയി നിൽക്കും. അപ്പൊ രാജാവിനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിന്റെ നടുവിൽ നിന്ന് വിളിച്ചു പറയും, നോക്കൂ, രാജാവ് ബിരിയാണി കൊടുക്കുന്നുണ്ട്, എല്ലാവരും അങ്ങോട്ട് ചെന്നോളും എന്ന് പറയും. അപ്പൊ നാട്ടുകാർ മുഴുവനും അങ്ങോട്ട് ഓടിപ്പോവും. അത് കഴിഞ്ഞപ്പോ നസറുദ്ദീൻ ഹോജയും കൂടെ ഓടും. അപ്പൊ ഇത് അറിയാവുന്ന ആരോ ഒരാൾ നസറുദ്ദീൻ ഹോജയുടെ അടുത്ത് ചോദിക്കും, അല്ല, നിങ്ങൾ എന്തിനാണ് ഓടുന്നത് ഈ കള്ളം പറഞ്ഞിട്ട് പറയാം. അപ്പൊ നസറുദ്ദീൻ ഹോജ പറയും, ഇനി ശരിക്കും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ, അതിൽ നിന്നാണ് ഇനി ശരിക്കും ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്നുള്ള ആ ഒരു ഡയലോഗ് വന്നത്. ആക്ച്വലി ഞാനതാ പറഞ്ഞത്. ഇപ്പൊ ഇതൊക്കെ റെഫറൻസുകളല്ലേ, ഇവരൊക്കെ പലതും കോപ്പി അടിച്ചതായിരിക്കാം. നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ എന്തായാലും. നിൽക്കുമല്ലേ CID മൂസ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഇതിനകത്ത് തെങ്കാശി പട്ടണത്ത് അകത്ത് ഡയലോഗ് കണ്ടപ്പോൾ തന്നെ പലരും അത് ട്രോളായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇയാൾക്ക് നേരത്തെ അറിയാമായിരുന്നു ഈ സിനിമ വരുന്നുള്ള കാര്യം. അപ്പോൾ അതല്ല അതിന്റെ താഴത്ത്, അതിന്റെ ഇത് വസ്തുത ഇതല്ല എന്ന് പലരും, അതായത് ഇതൊക്കെ വായിച്ചവർ പറഞ്ഞ അതിൻ്റെ അടിയിൽ കമന്റ് ഇട്ട് മറ്റേ ശരിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മന്ത്രിയുടെ തന്ത്രങ്ങൾ, അത് വേറൊരു സംഭവമായിരുന്നു. അതായത് അത് ബാലരമ തന്നെയായിരുന്നല്ലേ? ബാലരമയ്ക്കകത്ത് തന്നെയായിരുന്നു. ടിങ്കിളിലും ഉണ്ട് തന്ത്രി ദ മന്ത്രി. അത് മലയാളത്തിൽ വരുമ്പോ അതിന്റെ ഇതൊക്കെ മാറും. അതായത് ആ രാജാവ് ഇടയ്ക്ക് ചൊറിച്ചു മല്ലും. അതായത് തന്ത്രിയുടെ മന്ത്രങ്ങൾ എന്നും മന്ത്രിയുടെ തന്ത്രങ്ങൾ പുള്ളി മാറ്റി തന്ത്രി എന്ന് വിളിക്കും. അപ്പോ എങ്ങനെ വന്നാലും അവസാനം രാജാവിനിട്ട കൊടുത്ത പണി പുള്ളിക്ക് അവസാനം കിട്ടും. നമ്മുടെ ഇതിലുള്ള പോലെ എന്താ പറയാ, മഴ പെയ്യുന്ന മതലം കൊട്ടുന്നു വേണോ, അതിനകത്ത് ഈ രാജു മറ്റേ നമ്മുടെ മണിപിള്ള രാജു ഇയാൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഒരുക്കും. മറ്റേ കുതിരവട്ടം പപ്പന് തട്ടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ഒരുക്കും. പക്ഷേ അവസാനം പുള്ളി ഇവനെ കാറിന്റെ ബ്രേക്ക് കളയും. എങ്ങനെയെങ്കിലും പുള്ളി അതിൽ വന്ന് പെടും. അങ്ങനെയാണ് മന്ത്രിയുടെ കേസിലും. രാജാവിന് വേണ്ടി എന്തെങ്കിലും സാധനം തുറന്ന് മറ്റേ കണ്ടുപിടിച്ചിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയാ, ഒരു ഷിപ്പോ എന്തെങ്കിലും ഒരു മെഷീൻ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു സാബട്ടാഷ് ചെയ്ത് വെക്കും. അപ്പോൾ രാജാവ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായതുകൊണ്ട് ഞാൻ എൻ്റെ മന്ത്രിയും കൊണ്ടാണ് പോകുന്നത്, പുള്ളിയാണ് എനിക്ക് ഇതിനൊരു അവസരത്തിൽ തന്നിട്ട് പുള്ളിയെ വിളിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഇയാള് മാക്സിമം റെഫ്യൂസ് ചെയ്യാൻ നോക്കും, പക്ഷെ അവസാനം പണി കിട്ടുന്നത് മന്ത്രി ആയിരിക്കും. അതൊരു വല്ലാത്ത
എന്താ പറയാ, അത് നമുക്കറിയാം പ്രഡിക്റ്റബിൾ ആണ്, അവസാനം മന്ത്രിക്ക് പണി കിട്ടും, എന്നാലും നമ്മളത് വായിക്കും. പക്ഷെ ആ എങ്ങനെ മന്ത്രിയെ വരച്ചിരിക്കുന്നത് വളരെ ക്രീപ്പി ആയിട്ടായിരുന്നു. എനിക്ക് അതിപ്പോഴും ഓർമ്മയുണ്ട്. എന്ന് പറഞ്ഞാല് യു ലുക്ക് അറ്റ് ഇറ്റ്, യു നോ ഹീസ് എ ക്രീപ്പ്. അതെ അതെ അതെ, ശരിയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ, മന്ത്രി ഒരു 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 ബാഡ് ക്യാരക്ടർ ആണെന്നുള്ള വൈബ് കിട്ടും. നമ്മുടെ ഈ ചമതകന്റെ ലുക്ക് തന്നെയാണ് മന്ത്രിക്കും കൊടുത്തിരിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു നീണ്ട താടിയൊക്കെ നീണ്ട ഒരു ക്യാരക്ടർ. പിന്നെ അതുപോലെ വേറൊരു സാധനമായിരുന്നു അകടം ഭകടം ഡബടം എന്നും പറഞ്ഞിട്ട്. അത് കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു മാജീഷ്യൻ അയാളുടെ തലയോട്ടിയും പിന്നെ വേറെ എന്തോ ഒരു സാധനം, 3 പേര്. അകടം എന്നുള്ളത് മാജീഷ്യനാണ്, ഡബടം എന്ന് പറയുന്ന ഒരു തലയോട്ടിയാണ്, അയാളുടെ തലയോട്ടി സംസാരിക്കുന്ന തലയോട്ടിയാണ്. അപ്പൊ അവര് 3 പേരും കൂടെ ഉള്ളത് അതൊരു അത്യാവശ്യം നല്ല സാധനമായിരുന്നു. പക്ഷെ അത് ഒരുപാട് നാൾ ഉണ്ടായില്ല എന്ന് തോന്നുന്നു. എനിക്ക് Maybe I think ഓർമ്മയില്ല. പിന്നെ വിക്കി നമ്മൾ മിസ് ചെയ്തൊരു സാധനമാണ്. എനിക്ക് തോന്നുന്നു മറ്റേ ET ഇറങ്ങിയ E.T. സമയത്ത് കൊണ്ടുവന്ന സാധനമാണ് വിക്കി. ഒരു ഏലിയൻ വന്ന് ലാൻഡ് ആവുന്നു, ഒരു വീട്ടിൽ ഒളിപ്പിച്ചു വെക്കുന്നു. അത് ആ വീട്ടിലെ കുറെ കഥാപാത്രങ്ങളുണ്ട്. ഒരു ഇട്ടിയാദി ചേട്ടൻ എന്നും പറഞ്ഞൊരു കാര്യസ്ഥനൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുള്ള കഥാപാത്രങ്ങളായിരുന്നു. ഒരു തവളയുടെ ലുക്കുള്ള ഏലിയൻ അല്ലേ, അതാണ് വിക്കി. അതെ അതെ അതെ, പുള്ളിയുടെ തലയിൽ 2 ആന്റിന. ആന്റന. അത് പക്ഷെ ഏത് പ്രസിദ്ധീകരണം എനിക്ക് അറിയില്ല, ഞാനത് കുറെ സെർച്ച് ചെയ്തതാണ്. പൂമ്പാറ്റയിലായിരുന്നു. പൂമ്പാറ്റയിലായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. അല്ല, ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ ഇമിറ്റേഷൻസ് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അത് ഒരു പ്രസിദ്ധീകരണത്തിൽ വിജയിക്കുന്ന സാധനം അല്ലെങ്കിൽ അന്നത്തെ ട്രെൻഡ് അത് ബാലപ്രസിദ്ധീകരണങ്ങളിൽ റിഫ്ലക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ബാലരമയിൽ മായാവി വന്നപ്പോൾ ബാലഭൂമി തുടങ്ങി അവർ മാജിക് മാലു ഇറക്കി. അപ്പോൾ അതിനകത്ത് അതേപോലെയുള്ള ക്യാരക്ടേഴ്സാണ്. അതായത് ഇപ്പോൾ എന്താ പറയുക, അവിടെ ഒരു കുക്കുടനും അകടനും ബകടനും കുക്കുടനും എന്തോ ഒരു സാധനമുണ്ട്. അപ്പോൾ ഇവിടെ കുട്ടൂസനും ഡാഗിനിക്കും പകരം അവിടെ അതിനുള്ള സംഭവങ്ങൾ വന്നു. അതേപോലെ കബീഷിന്റെ എനിക്ക് തോന്നുന്നു അതിന്റെ റിപ്ലൈ ആയിട്ടാണ് തോന്നുന്നു കിഷ്കു വന്നത്. മറ്റേ മോട്ടുവും ചോട്ടും ഉണ്ടായിരുന്നല്ലോ, മറ്റേ മൊയലുകളുടെ ഒരു സംഭവം കാലി. അത് കിഷ്കു വന്നത് പഴയ പൈക്കോയിലെ പൂമ്പാറ്റ പോയി കഴിഞ്ഞപ്പോൾ കബീഷ് ബാലരമയിലോട്ട് ചാടി. അപ്പോ പൂമ്പാറ്റ തുടങ്ങിയപ്പോ അതിന്റെ അകത്ത് വേണമല്ലോ അതുപോലെ ഒരു ക്യാരക്ടർ. അങ്ങനെയാണ് കിഷ്കുവിനെ കൊണ്ടുവന്നത്. എന്നിട്ട് മറ്റേ ബാലിയുടെ മകൻ അങ്കദന്റെ മകനാണ് കിഷ്കു എന്നും പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്, ഒരു കിരീടമൊക്കെ വെച്ച്. ഓക്കെ ഓക്കെ. എനിക്ക് ഇപ്പോഴും അതിന്റെ പുള്ളിയുടെ സ്ട്രെങ്ത് എന്താന്ന് ഓർമ്മയില്ല. കബീഷിന് വാല് നീട്ടുന്ന പരിപാടിയായിരുന്നു. കിഷ്കു എനിക്ക് തോന്നുന്നു ഭയങ്കര മസിൽ മാൻ, പുള്ളിക്ക് സ്ട്രോങ് ആയിരുന്നു, വളരാൻ പറ്റുന്നൊരു അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു. എത്ര മെമ്മറബിൾ ക്യാരക്ടർ അല്ലായിരുന്നു. കബീഷ് പോലെ മെമ്മറബിൾ അല്ലായിരുന്നു. കബീഷിന്റെ അതിനടുത്തുള്ള എല്ലാവരും സിഗാളും പീലും ദൊപ്പയ്യ എന്ന് പേരുള്ള ഹണ്ടറും ഒക്കെ ഉള്ള ഒരു സംഭവമായിരുന്നു കബീഷ്. പക്ഷെ കിഷ്കുവിനെ ആരെയും എനിക്ക് ഓർമ്മയില്ല അങ്ങനെ. അപ്പോൾ നമ്മൾ ഒരുപാട് ഇതിൽ സംസാരിച്ചു. ഐ തിങ്ക് നമ്മുടെ ചിൽഡ്രൻസ് കോമിക്സിന്റെ ഒരു ലാർജ് പെർസെൻറ്റേജ് നമ്മൾ കവർ ചെയ്തു. ഇനിയിപ്പം അഡൽട്ട് കോമിക്സും അമർ ചിത്രകഥയുണ്ട്, അത് നമുക്ക് എനിക്ക് തോന്നുന്നു വേറൊരു സെഗ്മെന്റ് ആയിട്ട് കവർ ചെയ്യാം. സോ ഇറ്റ് ഈസ് us സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ ലിസണിങ് ഇൻ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ. ബൈ. Bye. ബൈ.